നമ്മളൊരു വീട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഒത്തിരി സങ്കല്പങ്ങളുണ്ടാവും. അതായത് നമ്മുടെ വീട് എപ്പോഴും ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. സോ അങ്ങനെയുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു വീട്, ഒരു യുണീക്കായിട്ടുള്ള എലിവേഷനൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലൊരു വീടാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 സെൻറ്റ് പ്ലോട്ടിൽ വരുന്ന ഒരു മനോഹരമായ വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി മാഞ്ഞിലാൻഡ് ഹോംസ് പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡോട് കൂടി വരുന്ന ഈ ഒരു വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒരു സമയം 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസും അതുപോലെ കലപ്പാക്കല്ലും കൊണ്ടുള്ള ഈ ഒരു ഫ്ലോറിങ്ങോട് കൂടിയുള്ള ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ്. നമുക്ക് ആ വീടിൻ്റെ എലിവേഷനിൽ വരുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ആ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തേക്കുന്നത്. നല്ലൊരു വുഡിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ഗേറ്റ് കാര്യങ്ങളെല്ലാം GA ട്യൂബിൽ നൽകിയിരിക്കുന്നു. കൂടാതെ മൾട്ടിവുഡ് കൊണ്ടുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലെ വിശേഷങ്ങൾ. നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫ്ലോറിംഗ് എല്ലാം ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലെ വിശേഷങ്ങൾ. വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഉള്ളൊരു നല്ലൊരു ഏരിയ തന്നെയാണ്. നമുക്ക് കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി എന്ന വേഗത്തിൽ നമുക്ക് എല്ലാ ഏരിയയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല വരുന്നത്. നമുക്ക് ഹോസ്പിറ്റൽസും സ്കൂൾസും കാര്യങ്ങളെല്ലാം നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. സോ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ലിവിങ് ഏരിയ സ്പേസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. സോ നമുക്കതൊന്ന് കണ്ടു നോക്കാം. സോ ഞാനിപ്പോൾ കടന്നു വന്നിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിലാണ്. നല്ല മനോഹരമായ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വർക്ക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ തൊട്ട് ബാക്ക് കാണുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. അതെല്ലാം നല്ല രീതിയിൽ GA ട്യൂബും അതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഡോറ് തന്നെയാണ്. തേക്ക് കൊണ്ടുള്ള വുഡ് കൊണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്ന ഡോറാണ്. പക്ഷെ നല്ലൊരു ഡിസൈനും കാര്യങ്ങളെല്ലാം ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല പോലത്തുള്ള ആ ഒരു നമുക്ക് കൈ പിടിക്കാനുള്ള ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ നല്ലപോലെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൻ്റെ ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോറുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് ഏരിയ, സീലിംഗ് വർക്ക് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ലിവിങ് ഏരിയ സ്പേസ് ആണ്. താഴെ ചെറിയൊരു നമുക്കൊരു വാട്ടർ ഇതിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. സോ അടുത്തത് നമുക്ക് ഈ വീടിന് ഈ ഡൈനിങ് ഏരിയ സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഞാൻ ഈ കടന്നു വരുന്ന ഒരു സ്പേസ്. ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. കൂടാതെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ നല്ലൊരു സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാഷ് ഏരിയ യൂണിറ്റ്, ഈ ഒരു ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ യൂണിറ്റ് ഈ ഒരു സൈഡിലും നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് നല്ലൊരു വിശാലമായ ഒരു കിച്ചണാണ്. മോഡുലാർ ഡിസൈനിലുള്ള നല്ലപോലെ സ്റ്റോറേജ് ഏരിയകളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം എല്ലാ പോർഷനിലും സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വുഡ് കൊണ്ടുള്ള സ്റ്റോറേജ് ഏരിയ സ്പേസ് ആണ്. കൂടാതെ വാട്ടർ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള നല്ലൊരു കിച്ചൺ. അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിച്ചണാണ്. ഗ്ലാസ് ഡോർ കൊണ്ടുള്ള ഡോറും കാര്യങ്ങളാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഉള്ളൊരു വുഡ് ടെക്സ്ചർ കൊണ്ടുള്ള ടൈലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡുലാർ ഡിസൈനുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. സോ നമുക്ക് ആ 2 ബെഡ്റൂമുകൾ കണ്ടു നോക്കാം. അടുത്തത് നമ്മൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. സോ ആ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇവിടുത്തെ ഒരു വാർഡ്രോബ് ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പേസുമാണ്. നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈറ്റുള്ള വിൻഡോസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഇതിൻ്റെ വാർഡ്രോബ് ഈ ഒരു നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളോട് കൂടി തന്നെയുള്ള വാർഡ്രോബാണ്. ഇവിടെ ടേബിൾ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വലിയൊരു വാർഡ്രോബിൻ്റെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നല്ലപോലെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് എല്ലാ ഏരിയയിലും. അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ സ്റ്റൈലിലാണ് ഈ ഒരു എൻ്റയർലി ഈ ഒരു വില്ല നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നത്. എല്ലാ ഫെസിലിറ്റിയോട് കൂടിയുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് എല്ലാത്തിനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ ഈ ഒരു ബെഡ്റൂമിലെ വിശേഷങ്ങൾ. നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം നമുക്ക് ആ ഒരു സൈഡിലും കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക് പോവാം.
സോ അടുത്ത് നമ്മൾ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിലേക്കാണ് ഫസ്റ്റ് നമ്മൾ വരുന്നത്. വുഡ് ആൻഡ് സ്ക്വയർ ട്യൂബിനുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മൾ താഴെ കണ്ട ആ ഒരു ലിവിംഗ് ഏരിയയുടെ തന്നെ ആ സെയിം എക്സാക്ട് ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നല്ലൊരു വലിയൊരു ടി വി യൂണിറ്റ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഏരിയയാണ്. ഇവിടെ വാൾപേപ്പർ ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു എലഗൻ സ്റ്റൈൽ റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു ടി വി യൂണിറ്റ് ഏരിയ സെറ്റും കൂടി ഈ ഒരു ലിവിംഗ് ഏരിയ പോർഷനിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഇനി ഇവിടെ 2 ബെഡ്റൂമും അതുപോലെ ഒരു യൂട്ടിലിറ്റി ഏരിയയും മനോഹരമായ ഒരു ബാൽക്കണിയും കൂടി ഒരുക്കിയിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ തൊട്ട് താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ടേബിളോട് കൂടി തന്നെ ഉള്ളൊരു ബാഡ്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലേക്കാണ് നല്ല വലിയ വിൻഡോസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. 2 വിൻഡോസ് ഈ സൈഡിൽ വരുന്നുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും കൂടി കിട്ടുന്നു. അടുത്തത് നമ്മൾ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെ കിട്ടുന്ന ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ലൈറ്റ് കിടക്കുന്ന രീതിയിൽ വലിയൊരു ഗ്ലാസിൻ്റെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് ഗ്ലാസ് ഉള്ള വിൻഡോ. കൂടാതെ ഇവിടെ നമുക്കൊരു വാഡ്രോബ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം വോളിൽ കൊടുക്കുന്നു. അതുപോലെ നല്ലൊരു സീലിംഗ് വർക്കും കാര്യങ്ങളും ഉൾപ്പെടുത്തി ആണ് ഈ ഒരു എൻറ്റയർലി നമുക്ക് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഡ്രോബ് എല്ലാം നമ്മൾ നേരത്തെ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ അതേ ടൈപ്പിലുള്ള വാഡ്രോബാണ്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. നമുക്ക് വാഷിങ്ങിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ആണ്. കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നൽകിയിരിക്കുന്ന ഒരു ഏരിയ സ്പേസ് കൂടിയാണത്. സോ അവസാനമായി നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ബാൽക്കണി ഏരിയ സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ സ്ട്രക്ചറോട് കൂടിയാണ് ബാൽക്കണി ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസും അതുപോലെ തന്നെ വുഡ് കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് താഴേക്കും കൂടി ഒരു എൻട്രൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ വീടിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷങ്ങൾ. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇത്രയാണ്. നല്ല മനോഹരമായ ഇന്ത്യയുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമുക്കൊരു വേറിട്ടൊരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈനിൻ്റെ ഒരു വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വീട് തന്നെയാണത്. ലൊക്കേഷനും ആണെങ്കിൽ തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ വേഗത്തിലെത്താൻ കഴിയുന്ന പെരിങ്ങാല എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വില്ല വരുന്നത്. 4 BHK 4 സെൻറ്റ് പ്ലോട്ടിൽ 4 BHKയിൽ വരുന്ന ഈ ഒരു വില്ല 3 കാർ പാർക്കിങ്ങോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വില്ലയ്ക്കായി ഇവർ ചോദിക്കുന്ന വില്ല 95 lakhs എന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. വില്ല നേരിട്ട് വന്ന് കാണുവാനും ഇതുപോലെ തന്നെ ഒരു 4ഓളം വില്ലകൾ നമുക്കിവിടെ പല ഡിസൈനിലും ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നേരിട്ട് വന്ന് കാണുവാനും അതുപോലെ തന്നെ ഈ വീട് സ്വന്തമാക്കുവാനും ഹോം ലോൺ സൗകര്യം കൂടി ഈ വീട് സ്വന്തമാക്കുവാനും ഞങ്ങളെ ഡയറക്റ്റായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.